പാലക്കാടും പടവട്ടം അങ്ങോട്ട് ആഞ്ഞടിക്കുകയാണ്. അങ്ങോട്ട് ഇവിടെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. രാവിലെ തന്നെ 3 രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സ്ഥാനാർത്ഥികളും അവരുടെ പ്രതീക്ഷകൾ പങ്കുവച്ച് കഴിഞ്ഞിരിക്കുന്നു. ആദ്യം സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ, പിന്നീട് സരിൻ വന്നു. സി കൃഷ്ണകുമാർ പറയുന്നത് അവരെന്തായാലും ജയിച്ചു എന്ന് ഉറപ്പിച്ചു, ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച എന്ന് കൃഷ്ണകുമാർ പറയുന്നു. സരിൻ പറയുന്നു വോട്ടർമാർ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു, തനിക്ക് അനുകൂലമാണ് സരിൻ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വിജയപ്രതീക്ഷ, രാവിലെ ക്ഷേത്ര സന്ദർശനം, ബാക്കി കാര്യങ്ങൾ. ഷാഫി പറമ്പിൽ പറഞ്ഞത് LDF പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ ബൂമറാങ്ങായി, LDFിൻ്റെ ചിഹ്നം ബൂമറാങ് ആക്കുന്നതായിരുന്നു നല്ലത് എന്നൊരു രാഷ്ട്രീയ പരിഹാസമുണ്ടായി. അപ്പോൾ ഇലക്ഷൻ്റെ ഈ ദിവസവും രാഷ്ട്രീയ പരിഹാസങ്ങൾക്കും രാഷ്ട്രീയ വാക്പോരുകൾക്കും ഒരു കുറവുമില്ല പാലക്കാട് മണ്ഡലത്തിൽ. ഇപ്പോൾ എസ് വിജയകുമാർ കൂടിച്ചിരുന്നു. പണപ്പള്ളിപ്പറമ്പ് ആ ബൂത്തിലാണ് വിജയകുമാർ തുടരുന്നത്. വിജയകുമാർ, എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ ഇതുവരെ ആ ബൂത്തിൽ മാത്രമാണ്, അവിടെയുള്ള 2 ബൂത്തിൽ ഒരു ബൂത്തിൽ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുണ്ടായത്. അത് പരിഹരിച്ച് അവിടെയും സുഗമമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയല്ലേ വിജയകുമാർ? ഹാഷ്മി, ആ പ്രശ്നം പരിഹരിച്ചു. ഏതാണ്ട് 7:40 അവിടെയും വോട്ടിംഗ് പുനരാരംഭിച്ചു. ഇപ്പോൾ മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ ആ ബൂത്തിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇവിടുത്തെ 2 ബൂത്തുകളിലും വോട്ടർമാരുടെ നിരയുണ്ട്. ഇങ്ങനെ 88, 89 2 ബൂത്തുകളാണ് ഈ മണ്ണപ്പുള്ളിക്കാവ് ഭാഗം 1-ലുള്ളത്. ആ 2ഇടത്തും വോട്ടർമാരുടെ ക്യൂ ഉണ്ട്. ആളുകളിങ്ങനെ കുറേ സമയം ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ബൂത്തിൽ, മറ്റൊരു ബൂത്തിൽ അധിക സമയം ക്യൂ ഇല്ല, വരുന്നു, ആളുകൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നു. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ 2ാമത്തെ ബൂത്തിൽ, ഇവിടെയുള്ള 88-ാം നമ്പർ ബൂത്തിലായിരുന്നു രാവിലെ തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അത് പരിഹരിച്ചു. പക്ഷേ ഇപ്പോഴും ആ ക്യൂ അവിടെ തുടരുന്നുണ്ട്. ഡോക്ടർ പി സരൻ ഈ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുക. അദ്ദേഹം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് മടങ്ങി. ഇനിയിപ്പോൾ ഇവിടെ തിരക്ക് കുറയുമ്പോൾ ഇവിടുത്തെ പോളിംഗ് ഏജന്റുമാർ അറിയിക്കുന്നതനുസരിച്ച് ഇവിടേക്ക് എത്താം എന്നാണ് LDF സ്ഥാനാർത്ഥിയും അറിയിച്ചിരിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് 80-85% പേർ വോട്ട് രേഖപ്പെടുത്തിയ 2 ബൂത്താണിത്. നല്ല പോളിംഗ് ശരാശരി ഇവിടെ നടക്കാറുണ്ട്. 80%-ലധികം ആളുകൾ ഇവിടെ വോട്ട് രേഖപ്പെടുത്താറുണ്ട്. മുൻകാല തെരഞ്ഞെടുപ്പുകളിലെ കണക്കതാണ്. അപ്പോൾ ഇത്തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഇത്തവണ കുറെ കൂടി രാവിലെ ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഈ പാലക്കാട്ടെ ഈ പോരാട്ടത്തിന്റെ തീവ്രതയുടെ തെളിവായി അവർ സൂചിപ്പിക്കുന്നുണ്ട്. വലിയ പ്രചാരണ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 30-35 ദിവസം അതിശക്തമായ പ്രചാരണമായിരുന്നു. എല്ലാ വിഷയങ്ങളും, ഈ പാലക്കാട്ട് ചർച്ചയാകാതെ പോയ ഒരു വിഷയവുമില്ല എന്ന് തന്നെയല്ല, നമുക്കറിയാം എല്ലാ ദിവസവും പുതിയ പുതിയ വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതൊക്കെ ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും. ഒരു 75% മുകളിൽ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് പാലക്കാട് നഗരസഭാ കേന്ദ്രങ്ങളിൽ നിന്നും പഞ്ചായത്ത്, ഇപ്പോൾ പിരായിരി, കണ്ണാടി, മാത്തൂർ അടങ്ങിയ പഞ്ചായത്ത് മേഖലകളിൽ നിന്ന് കിട്ടുന്ന കണക്ക്, ആദ്യത്തെ മണിക്കൂറിലെ കണക്ക് അനുസരിച്ച് ഏതാണ്ട് ഒരു 6%-7% മുകളിൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ ആകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത 9 മണി സമയത്തെ കണക്കിൽ ഒരു 2 അക്കം കടക്കും പാലക്കാട്ടെ പോളിംഗ് നില എന്നതിൽ തർക്കമൊന്നും വേണ്ട. ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാടിൻ്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണ്. എപ്പോഴും അങ്ങനെ ക്യൂ എന്നൊന്നും ഉണ്ടാകണമെന്നില്ല ബൂത്തുകളിൽ. പക്ഷേ ആളുകൾ വരുന്നു, വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നു. രാവിലെ ഒരു 9 മണി വരെയൊക്കെ ക്യൂ കാണും. പിന്നീട് ആളുകളുടെ തിരക്ക് അങ്ങനെ വലുതാവണമെന്നില്ല. പക്ഷേ ആളുകൾ പരമാവധി വോട്ട് രേഖപ്പെടുത്തി പോകും. വൈകുന്നേരം വീണ്ടും കുറെ കൂടി ബൂത്തുകൾ സജീവമാകും. ഇതാണ് പാലക്കാട്ടെ ഒരു പൊതു ചിത്രം. ഇത്തവണ ഈ മുൻകാലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കാറുള്ളത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ്. കടുത്ത വേനലിൻ്റെ സമയമാണ്. ആ സമയത്ത് രാവിലെ വലിയ തിരക്കായിരിക്കും. പക്ഷേ ഇത്തവണ അത്രയും കടുത്ത വേനലില്ല. ചൂടുണ്ടെങ്കിലും അസഹനീയമായ ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് ഈ പകൽ സമയത്തും ആളുകൾ ബൂത്തിലേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ ഈ പറഞ്ഞ ആളുകളുടെ നിര പല ബൂത്തുകൾ ഇപ്പോഴും ഉണ്ട്.